വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരിക്ക് പൂരമായി. ഉത്രാളിപ്പൂരത്തിൻ്റെ ആവേശ നിറലഹരിയിലാണ് ഉത്സവ കമ്പക്കാരുടെ നാട്. കേരളത്തിലെ സുപ്രസിദ്ധരായ ഗജവീരനിര, വാദ്യകുലപതികൾ, വെടിക്കെട്ട് കലാകാരന്മാർ എല്ലാം വടക്കാഞ്ചേരി കീഴടക്കി കഴിഞ്ഞു. പരിശോധിക്കാം വീണയ ന്യൂസ് തലക്കെട്ടുകളിലേക്ക്. നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇടപാടുകാർക്ക് വലിയ ആശ്വാസം. ED കണ്ടുകെട്ടിയ പണം തിരിച്ചു നൽകാൻ തീരുമാനം. സമാന കേസുകളിലെ പണവും തിരികെ നൽകും. പിടിച്ചെടുത്ത മുഴുവൻ പണവും ബാങ്കിന് നൽകുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 8 കേസുകളിൽ പണം നിക്ഷേപകരിലേക്ക് എത്തിക്കും. തുക നൽകുക കോടതിയുടെ മേൽനോട്ടത്തിൽ. വടക്കാഞ്ചേരിക്ക് പൂരമായി. കഴിഞ്ഞ ഒരു വർഷക്കാലം ഉത്സവപ്രേമികൾ മനസ്സിന്റെ സുന്ദര ചെപ്പിൽ നേരിയ മൂടുപടമിട്ട് സൂക്ഷിച്ച വർണ്ണക്കാഴ്ചകൾ പൊട്ടിവിടരാൻ തുടങ്ങി. കേരളത്തിലെ ഏറ്റവും മികച്ച കൊമ്പന്മാർ, വാദ്യകുലപതികൾ, വെടിക്കെട്ട് കലാകാരന്മാർ കീഴടക്കി ഉത്സവ കേരളത്തിന്റെ നന്മയുള്ള മണ്ണ്. കാഴ്ചകളുടെ മതിവരാവസന്തം തീർത്ത് ആനച്ചമയ പ്രദർശനം, വർണ്ണവസന്തം വിതറി ദീപാലങ്കാര പ്രഭയിൽ കാഴ്ചപ്പന്തലുകൾ, വാദ്യവും മേളവും ആനച്ചന്തവും വെടിക്കെട്ടാരവവും എല്ലാം ഉണ്ട് വടക്കാഞ്ചേരിയിൽ. ഒഴുകിയെത്താൻ തുടങ്ങി ജനസാഗരം. കണ്ടും കേട്ടുമറിഞ്ഞു കാണാം ഉത്രാളിപ്പൂരം. പാലക്കാട് അട്ടപ്പാടിയിൽ ഇടവാണിയിൽ നിന്നും പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി വിദഗ്ധ ചികിത്സയ്ക്കായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ച കരടി ചത്തു. കരടിയുടെ കാലിൽ ആന ചവിട്ടിയാണ് ഗുരുതര പരിക്കേറ്റിരുന്നത്. RRT സംഘമാണ് പിടികൂടി തൃശൂരിൽ എത്തിച്ചത്. മേലെ ഭൂതയാർ ഇടവാണി മേഖലയിൽ ഇറങ്ങിയ കടുവയെ വനം വകുപ്പ് പിടികൂടിയത് കൂടുവെച്ച്. പരിക്കേറ്റിരുന്നത് നട്ടെല്ലിനും ഇടുപ്പെല്ലിനും കാലിലെ എല്ലുകൾക്കും. പുത്തൂരിൽ സംസ്കരിക്കാൻ തീരുമാനം. വടക്കാഞ്ചേരിയിലെ സുപ്രധാന പാതയായ കുമ്പളങ്ങാട് വടക്കാഞ്ചേരി റോഡ് BM&BC നിലവാരത്തിൽ നവീകരിക്കാൻ പദ്ധതി. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് 4,09,474 കോടി രൂപ അനുവദിച്ചതായി സേവ്യാർ ചിറ്റലപ്പള്ളി MLA. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയെ വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയുമായി ബന്ധിപ്പിക്കുന്ന റോഡിലാണ് വികസന വിപ്ലവം. വടക്കാഞ്ചേരി ടൗണിൽ ലേബർ കോർണറിൽ നിന്ന് ആരംഭിച്ച് കാഞ്ഞിരക്കോട് സെന്റർ വരെയുള്ള 3.5 കിലോമീറ്റർ ദൂരം റോഡാണ് സമ്പൂർണമായി നവീകരിക്കുക. പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്ന് സേവ്യാർ ചിറ്റിലപ്പള്ളി MLA. ഉത്രാളി പൂരചരിത്രത്തിൽ സ്നേഹസാഹോദര്യത്തിന്റെ പുത്തൻ ചരിത്രം രചിച്ച് മുഖ്യപങ്കാളിത്ത ദേശം കുമരനെല്ലൂർ. ദേശത്തിന്റെ ബഹുനില കാഴ്ചപ്പന്തൽ ദീപാലങ്കാര സ്വിച്ച് ഓൺ നിർവഹിച്ചത് എങ്കക്കാട് പൂരക്കമ്മറ്റി ഭാരവാഹികൾ. വേറിട്ട നീക്കത്തിലൂടെ കയ്യടി നേടി കുമരനെല്ലൂരിന്റെ പൂരപ്പെരുമ. വടക്കാഞ്ചേരിയിലെ മാധ്യമ പ്രവർത്തകർക്ക് പൂരസമ്മാനം നൽകി ദേശം. പ്രസ് ക്ലബ് ഓഫീസിലേക്ക് നൽകിയ ടെലിവിഷൻ പ്രസിഡന്റ് AK സതീഷ് കുമാർ സ്വിച്ച് ഓൺ ചെയ്തു. ദേശഭാരവാഹികളെ ആദരിച്ച് പ്രസ് ക്ലബ്ബ് സെറ്റ് ടോപ്പ് ബോക്സും അജീവാനന്ദ സൗജന്യ കണക്ഷനും നൽകി കേരള വിഷൻ. രാജ്യത്തെ കർഷകർക്ക് വലിയ ആഹ്ലാദം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന 19 ഗഡു കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിൽ. ബീഹാറിലെ ഭാഗൽപൂരിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അർഹതയുള്ള കർഷക സമൂഹത്തിന്റെ അക്കൗണ്ടിലെത്തിയത് 2000 രൂപ വീതം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം. യാത്രക്കാരെ ദുരന്തമുഖത്തേക്ക് തള്ളിവിട്ട് ബസ് ജീവനക്കാർ. അത്താണി മേൽപ്പാലത്തിനു സമീപം ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രികർക്ക് പരിക്ക്. തൃശൂർ പഴയന്നൂർ റൂട്ടിലോടുന്ന ഷാഹുൽ മോൻ. തൃശൂർ ഒറ്റപ്പാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ചെറിയത്ത് ബസ്സുകളാണ് കൂട്ടിയിടിച്ചത്.
ഒഴിവായത് വൻ അപകടം. ചേലക്കര നാട്യഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറി അപകടം. കാർ യാത്രികർക്ക് പരുക്ക്. കാർ ഭാഗികമായി തകർന്നു. പരിക്കേറ്റവർ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പരിസരത്ത് സ്കൂട്ടർ ഹെവി ടിപ്പറിലേക്ക് ഓടിക്കയറി 2 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ തകർന്നു. മരത്തങ്കോട് കാർ ബൈക്കിലിടിച്ച് യാത്രികന് പരിക്ക്. മതവിദ്വേഷ പരാമർശം. BJP നേതാവ് PC ജോർജ് റിമാൻഡിൽ. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. നാടകീയമായ കോടതിയിലെത്തി കീഴടങ്ങുകയായിരുന്നു ജോർജ്. അസുഖബാധിതനാണെന്നും ജാമ്യം നൽകണമെന്നുമുള്ള ആവശ്യം കോടതി തള്ളി. പൊതുപ്രവർത്തകർ സംയമനം പാലിക്കണമെന്ന് കോടതി. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ വരുന്നു. വെള്ളിയാഴ്ച 3 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. കടുത്ത ചൂടിന് ശമനമാകുന്നു. ഉത്രാളിപ്പൂരത്തിന് വഴിയോര കച്ചവടത്തിനെത്തിയ തമിഴ്നാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തേനി സ്വദേശി ഖാദർ ഇസ്മയിലിനെയാണ് പൂരപ്പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം ഹൃദയാഘാതമെന്ന് സംശയം. ഉത്രാളി കാവിലെത്തിയത് കടല വിൽപ്പനയ്ക്ക്. ഓഫർ തട്ടിപ്പ് കേസിലെ പ്രതികൾ 3 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങണമെന്ന് കോടതി. പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ കർശന നിർദ്ദേശം. പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണമെന്നും നിർദ്ദേശം. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു.